കൊടിയേറ്റ് പൂജ നടക്കണു. കേൾക്കണില്ലേ മേളവും കഥനവെടി? 101 501 കഥനയെ പൊട്ടണത്. അവൻ ചതിച്ചൂലോ അപ്പ. ഇളയച്ഛൻ എന്തായി പറയണേ? അവൻ എന്തു കൂട്ടിയാ കൂടും? കുളപ്പുള്ളിയകത്തെ അറയിലിരിക്കുന്ന തിരുവാഭരണങ്ങൾ അനിയത്തിക്കാവിലെത്തണ്ടേ ഉത്സവം നടക്കാൻ? ശാസ്ത്രവിധി, ആചാരം ഇതൊക്കെ മാറ്റിയിട്ട് ഉത്സവം നടത്തുന്നു. അവനെ അന്നേ ഓടിക്കണമായിരുന്നു. ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നി കള്ളനാണ്. ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാ അവൻ എന്റെ ദേയിരക്കാൻ. ഇനിയും വരും. ചാത്തന്മാരവനെ കൊണ്ടുവരും. കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീ ആയിട്ടഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്. അതിനെ തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം. അതാ കണക്ക്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം. നടന്നേ തീരൂ. നിനക്കറിയാൻ നടക്കില്ലെന്ന്. കുളപ്പുള്ളിയറയിലെ തിരുവാഭരണങ്ങൾ പുഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ? പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. അപ്പ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. കണക്ക് പുറത്ത് പോ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ. താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറുമെല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനി മണ്ണ് വിട്ടുപോകും. അടിച്ചു കൊല്ലണ പട്ടിയുടെ മോനെ.
കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. 6-ാം തമ്പുരാനോട്. ഇവിടെയല്ലേ ജഗൻ താമസിക്കുന്നത്? ആരാ? ജഗൻ, ജഗന്നാഥൻ, ജഗ്ഗു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ നയൻ, നയൻ താരാദേവൻ. ദാറ്റ്സ് മൈ നെയിം. മോളുടെ പേരെന്താ? മോളോ? എവിടുന്നാ? ഒരുപാട് ദൂരെന്നാ. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഒരുപാട് ദൂരെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൾക്കറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്, മോളെന്നല്ല, ഉണ്ണിമായാന്നാ. ഓ സോറി. ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ, മോളു, മോനു, കുട്ടി, അങ്ങനെയൊക്കെയല്ലേ വിളിക്കൂ. എനിക്ക് മരി സ്റ്റൈലൊന്നും അറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ജഗൻ എവിടെ? തമ്പുരാനെ എങ്ങനെയാ പരിചയം? തമ്പുരാനോ? ക്രാഷ് ലാൻഡിംഗ് ആണല്ലോ. ആ കുട്ടി വിചാരിക്കും ഞാൻ തന്നെ ഉമ്മ വയ്ക്കാന്ന്. അങ്ങനെ ചെയ്യാതെ എങ്ങനെ തോന്നുന്നു? നീ വിട്ടാലല്ലേ മാറാൻ പറ്റൂ. എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ല. വാട്ട് എ സർപ്രൈസ് മാൻ. എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഈസി മാൻ, ഈസി. ആർക്കിയോളജി റിസർച്ചിന്റെ കൂടെ ഞാനിപ്പോ അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. എനിക്കൊരു ESP ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. അബ്സല്യൂട്ട്ലി അലോൺ. അതെ, ആ വണ്ടിയുടെ അകത്തുനിന്ന് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ, ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും. ഓ ഐ എം സോറി. ഹെൽപ്പ് മീ യാർ. എന്റെ ബാഗേജസ് ഒക്കെ ഒന്ന് എടുക്കാൻ. നയൻ, ഇത് ഉണ്ണിമായ. ഞങ്ങൾ മീറ്റ് ചെയ്തു. ഇത് നയൻതാര, എന്റെ ഫ്രണ്ടാ, ബാംഗ്ലൂരിൽ നിന്ന്. ചായ? ഒരു ചായ കിട്ടുമോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കേ. എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. കം. ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ.